ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാഡം, അങ്ങനെ വേണം ഇനി മുതൽ നീ വിളിച്ചു ശീലിക്കാൻ. ഞാൻ അവസാനം പറഞ്ഞ ഈ 2 വരികളിലുണ്ട് ഞാൻ നിനക്ക് നേരത്തെ വിശദീകരിച്ച് പറഞ്ഞു തന്നതെല്ലാം. നിന്റെ അമ്മയോടും പറഞ്ഞേക്ക്. നിന്നെ എനിക്ക് നല്ലതുപോലെ അറിയാം. അർജുൻ ഐശ്വര്യം കൊണ്ട് വന്നപ്പോ എതിർത്ത നീ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ മനം മാറി ഇത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആവില്ലെന്ന് എനിക്കറിയാം. വേറെ എന്തോ മുന്നിൽ കണ്ട നീ ഇതൊക്കെ ചെയ്യുന്നത്. ഇതാ ശരിയല്ലേ? ശരിയല്ല. നമുക്കൊക്കെ വയസ്സും പ്രായവും ഒക്കെ ആയില്ലേ. ഇനിയും എന്തിനാ വാശിയും വൈരാഗ്യമൊക്കെ? രാവിലെ പറഞ്ഞതുപോലെ ഇതെല്ലാം ഞാൻ കാരണം സംഭവിച്ചതല്ലേ. അപ്പോ പരിഹാരവും ഞാൻ തന്നെ കാണാമെന്ന് കരുതി. അവന്റെ ഇഷ്ടത്തിന് ഒപ്പം നിൽക്കുക, അതല്ലേ അവന്റെ അമ്മയായ ഞാൻ ചെയ്യേണ്ടത്. പിന്നെ 30 വർഷത്തെ കണക്ക് പറയുമ്പോ കൂടെ ജീവിച്ച കാര്യം മാത്രമല്ല, എന്നെ എത്രത്തോളം മനസ്സിലാക്കിയെന്ന് കൂടി പറയണം. അതിലെന്റെ ഭർത്താവ് ഒരു വട്ടപൂജ്യം. അതുകൊണ്ടാണല്ലോ ഞാനൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും സംശയബുദ്ധിയോടെ ഓരോന്ന് ചോദിക്കുന്നത്. ഈ റിസപ്ഷന്റെ പിറകിൽ എനിക്ക് വേറെ ഒരു ഉദ്ദേശവും ഇല്ല. നല്ല ഉദ്ദേശമേ ഉള്ളൂ. നിങ്ങള് സമാധാനത്തോടെ കിടന്നുറങ്ങ. വരാൻ പറഞ്ഞെന്ന് പറഞ്ഞു. പറഞ്ഞു. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതാ വരാൻ പറഞ്ഞത്. നീ ഇങ്ങോട്ട് സംസാരിക്കണ്ട. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മാത്രം മതി. എന്നിട്ട് അതനുസരിക്കണം നീ. ഇനി അങ്ങോട്ട് ഞാൻ ഇവിടെ താമസിക്കാൻ പോകുന്നത്. ഈ വീടിപ്പോ എനിക്കും കൂടി അവകാശപ്പെട്ടതാ. പിന്നെ ഇന്നുണ്ടായ പോലത്തെ പല ഇൻസിഡൻസും ഇനിയും ഉണ്ടാവും. അപ്പോഴൊക്കെ ചേച്ചിയെന്നോ മോളെന്നോ പറഞ്ഞ് ഒരു തരത്തിലുള്ള സഹായവും നിങ്ങളിൽ നിന്നും എനിക്ക് ആവശ്യമില്ല. അതായത് രക്തബന്ധമോ വ്യക്തിബന്ധമോ പുറത്താരും അറിയരുതെന്ന് സാരം. ഇത്രയൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാമെങ്കിൽ ഇനിയും ഞാൻ ഒറ്റയ്ക്ക് മതി. ഇപ്പോ മുഴുവനായും ഞാൻ ഈ വീട്ടിലെ അംഗമാണ്. രമാദേവിയുടെ മൂത്ത മരുമകളുടെ സ്ഥാനത്തിരിക്കുമ്പോ പണ്ട് നമ്മൾ ഒരുമിച്ച് കളിച്ച് വളർന്നതും അമ്മ ചോറ് വാരി തന്നതും അച്ഛൻ തോളത്തെടുത്ത് നടന്നതൊന്നും എനിക്ക് ഓർക്കാൻ പറ്റില്ല. നിങ്ങളും അതുപോലെ എന്നെ കുറിച്ച് ഓർക്കണ്ട. ഇവിടുത്തെ മൂത്ത മരുമകൾക്ക് ബാക്കി ജോലിക്കാർ തരുന്ന ബഹുമാനത്തിനപ്പുറം ഒന്നും നിങ്ങൾ എനിക്ക് തരണ്ട. അതായത് എനിക്ക് ചന്ദ്രലേഖയും സീതയും ചിന്നുവും ഒക്കെ ഒരുപോലെയാണെന്ന് സാരം. ചേച്ചി എന്നുള്ള ആ പഴയ വിളി അറിയാതെ പോലും നിന്റെ നാവിൽ നിന്നും വരരുത്. മാഡം, അങ്ങനെ വേണം ഇനി മുതൽ നീ വിളിച്ചു ശീലിക്കാൻ. ഞാൻ അവസാനം പറഞ്ഞ ഈ 2 വരികളിലുണ്ട് ഞാൻ നിനക്ക് നേരത്തെ വിശദീകരിച്ച് പറഞ്ഞു തന്നതെല്ലാം. നിന്റെ അമ്മയോടും പറഞ്ഞേക്ക്.
ഇവിടെ നിന്നാ ശരിയാവില്ലമ്മ. ചേച്ചി പറഞ്ഞത് വെച്ച് ഇവിടെ നമുക്ക് എന്തുണ്ടായാലും ചേച്ചി അതിൽ ഇടപെടില്ല. മാത്രമല്ല ചേച്ചി അവരെന്തു പറഞ്ഞാലും ചെയ്താലും നമുക്ക് നോക്കി നിൽക്കാനേ പറ്റൂ. അത് നമ്മളെ കൊണ്ട് കഴിയോ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് എവിടേക്കെങ്കിലും പോവാം. വേറെ ഏതെങ്കിലും നാട്ടിൽ ചെന്ന് നമുക്ക് കിട്ടുന്ന പണിയെടുത്ത് അവിടെ താമസിക്കാം. എപ്പോഴാ പോകുന്നേന്ന് പറഞ്ഞ ബാഗൊക്കെ ഞാൻ പാക്ക് ചെയ്ത് തരാം. എന്നിട്ട് രണ്ടാളും കൂടി തെരുവിൽ പോയി കിടക്ക്. അതിനാണല്ലോ ഈ വെപ്രാളവും ആവേശമൊക്കെ. രമാ മേഡത്തിന്റെ സ്വഭാവം ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ദേഷ്യം വന്നാ മുന്നിൽ ആരാ നിൽക്കുന്നതെന്നൊന്നും നോക്കാറില്ല. ഇന്നത്തെ ഈ പ്രശ്നം കൊണ്ട് ഇവിടുന്ന് പോകാനാണ് തീരുമാനമെങ്കിൽ ഞാൻ നിങ്ങളെ തടയാനൊന്നും പോകുന്നില്ല. പിന്നെ എങ്ങോട്ടാ പോകുന്നതെന്ന വ്യക്തമായ തീരുമാനമില്ലാതെ സീതയെ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും വിടാനും പോകുന്നില്ല. എടോ, താനിവിടെ നിൽക്ക്. അല്ലെങ്കിൽ തന്നെ എങ്ങോട്ട് പോകാനാ? താൻ കണ്ടിട്ടുള്ളതല്ലേ എനിക്കും ചന്ദ്രാമ്മയ്ക്കും ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നത്. അതും പറഞ്ഞ് താൻ എന്നെ കളിയാക്കാറുള്ളതല്ലേ. ഇഷ്ടമില്ലാത്തത് കണ്ടാൽ വഴക്ക് പറയും, ചിലപ്പോൾ തല്ലും. എങ്കിലും ഇവിടെ നിൽക്കുമ്പോൾ ഒരു സുരക്ഷിതത്വം നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല. ബാക്കിയൊക്കെ തൻ്റെ ഇഷ്ടം. എല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് ചിന്നു വന്നേ. കുറച്ച് ജോലി കൂടി ബാക്കിയുണ്ട്. വാ. ആഹാ, ഇവിടെ ഇരിക്കുവാണോ? ആദ്യ രാത്രിയായിട്ട് പുതുമണവാട്ടി എന്താ ഇവിടെ? നേരത്തെ അർജുനേട്ടന്റെ റൂമിൽ വന്നപ്പോ വല്ല ഡയലോഗായിരുന്നല്ലോ. വന്ന ആദ്യ ദിവസം തന്നെ എന്തൊക്കെ ക്രൂരതയാ കുട്ടി അനുഭവിക്കുന്നേ. എന്നാലും വല്ലാത്തൊരവസ്ഥയായി പോയി. കാത്തിരുന്ന് ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിച്ചിട്ട് ഇപ്പതേ രണ്ടിടത്ത്. എന്തിനാ ഈശ്വര പാവത്തുങ്ങൾ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? നീ അധികം ചൊറിയാതെ ഇവിടുന്ന് പോ. പോകും, ഉടനെ തന്നെ പോകും. ഞാനല്ല, നീ. ഇന്ന് തൊട്ട് നിനക്കിനി കഷ്ടകാല. ഇപ്പ ആ മുറിന്ന്, ഇനി അർജുനേട്ടന്റെ മനസ്സിന്ന്, അത് കഴിഞ്ഞ് ഈ വീട്ടിന്ന് തന്നെ. ആ മുറി എനിക്കുള്ളതാ, അയാളും.